അതായത് ഒരു മാരുതി വാഹനം വിത്ത് മെർസിഡീസിൻ്റെ കീ. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കലയാണ്. ചില രാജ്യങ്ങളിൽ അതിന് നിയമസാധുതകളുണ്ട്, ചില രാജ്യങ്ങളിൽ ഇല്ല. നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്തെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് അത്ര മോഡിഫിക്കേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനുള്ളത് ദുബായിലാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന കലയെ അതിൻ്റേതായ രൂപത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു വാഹനത്തെയാണ്. അതാണ് ഒരു ജിംനി. പക്ഷേ ജിംനി എന്ന് പറയുന്ന സമയത്ത് വെറും ജിംനി അല്ല. ജിംനിയുടെ വീഡിയോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇത് ബ്രാബസ് സ്റ്റൈലിൽ നിർമ്മിച്ചെടുത്ത ഒരു ജിംനി. അതാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വാഹനത്തെക്കുറിച്ചും ഇതിനകത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ജിംനി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജിംനിയെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരാൻ ജിംനി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. 4 ഡോർ ആണോ 2 ഡോർ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിലനിന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ 4 ഡോർ വാഹനങ്ങളെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് പലയിടത്തായിട്ട് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ബ്രാബസ് കിറ്റ് ചെയ്ത ഒരു ജിംനിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ജീവാഗൺ അല്ലേ എന്ന് നമുക്ക് പോലും തോന്നിപ്പോകുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടുള്ള ഒരു ജിംനി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ശരിക്കും ജിംനി എന്ന് പറയുന്ന മോഡലിന് ദുബായ് മാർക്കറ്റിൽ ഏകദേശം 1 ലക്ഷം ദിർഹമൊക്കെയാണ് വില വരുന്നത്. പക്ഷേ ഇത് ചെയ്തെടുക്കാൻ, ജിംനി വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ അതിന് ഡബിൾ കൂടുതൽ പൈസയാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം വ്യത്യാസങ്ങൾ ഈ വാഹനത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. ബ്രാബസ് എന്ന് പറഞ്ഞാൽ മെർസിഡീസിൻ്റെ വാഹനങ്ങളെ ട്യൂൺ ചെയ്യുന്ന മെർസിഡീസിൻ്റെ ഒരു സബ്സിഡറിയാണ് എന്ന് പറയാം. 1977 ട്യൂൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഓൾമോസ്റ്റ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ട്യൂണിങ് കൂടിയാണ് എന്നുള്ളത് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു ട്യൂണിങ് ശരിക്കും ഇതിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതൊരു കിറ്റാണ്, അതായത് ബ്രാബസിൻ്റെ കിറ്റ് ചെയ്ത ജിംനി. അപ്പോൾ നമുക്ക് അടുത്ത് പോയിട്ട് കാര്യങ്ങൾ കൂടുതൽ പരിചയപ്പെടാം. ആദ്യം ഇവിടെ ലോഗോ കാണാം. മെർസിഡീസ് വാഹനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ ബ്രാബസിൻ്റെ വലിയ ആ ഒരു ബി ലോഗോ, അതുപോലെ തന്നെ ആ ഒരു ബ്രാബസ് ഗ്രില്ല്, ആ ഒരു കളറ്. ഈ കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലും ഇതേപോലത്തെ കളറാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ജിംനിയിൽ കേൾക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി സൗണ്ട് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് കൊള്ളാം. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് ഒരു ജീവാകളിൽ നമ്മൾ കണ്ട അതേ ഹെഡ് ലാമ്പ് പൊസിഷനിലേക്ക് ഈ ഒരു ഭാഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നൈസ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ. ഇതും ശരിക്കും ജീവാഗണിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ജീവാഗൺ ആ ഒരു റെട്രോ ലുക്ക് നിലനിർത്തുന്നതിൽ ഈ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അതൊരു ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു. വലിയ ബമ്പറുകൾ കയറ്റി. ഇതും ശരിക്കും ആ ഒരു ജിയുടെ റെപ്ലിക്ക എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ജീവാഗൺ ബ്രാബസ് ചെയ്ത അതേ രൂപത്തിൽ ഇതിനെ റെപ്ലിക്ക ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. DRLനെ ക്രമീകരിച്ച് ഭാഗം നോക്കിയാൽ നൈസ്. താഴ്ഭാഗത്ത് ഗ്രില്ല് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ആ ഒരു ബ്രാബസ് ഗ്രില്ല് അതുപോലെ കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കൂ. അതുപോലെ നമുക്ക് സില്ലുകളെ ക്രമീകരിച്ച രീതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഫേക്കാണ്, പക്ഷേ ആ ഒറിജിനലിനെ വെല്ലുന്ന തരത്തില്ലേ അതേപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലിൻ്റെ ഒരു കളർ ടോൺ കൊടുത്തിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ കളർ ടോണാണ്. ആ ഒരു കളർ ടോൺ കൊടുത്തിട്ട് ഫ്രണ്ട് ശരിക്കും ആ ഒരു ജീവാഗൺ എടുപ്പിലേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. സൂപ്പർ. അതുപോലെ ഇവിടെ നമുക്ക് ലാമ്പുകളെ ക്രമീകരിച്ച് നോക്കിയാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാർബൺ ഫൈബർ പോലെ തോന്നുന്നു. എനിക്കൊന്നും ഡിപ്പ് ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ കാർബൺ ഫൈബർ തന്നെ ആയിരിക്കും. കാരണം UAE ഡിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുന്ന കാര്യം കോസ്റ്റ് എഫക്റ്റീവാണ്. കാരണം ടാക്സ് കുറവായതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നൈസ്. ഇൻഷൽഡും കാര്യങ്ങളൊക്കെ കാണാം. ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സൈഡാണ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ജീവാഗണിൻ്റെ കുട്ടിയാണ്. കാരണം വെച്ചാൽ സൈഡിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഇത് ജീവാഗണിൻ്റെ അത്ര വലുപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ലുക്ക് വൈസ് ഒരു രക്ഷയില്ല. സെയിം റെപ്ലിക്ക എന്ന് തന്നെ പറയാം. എന്തിന് നമ്മളെ വീല് പോലും നോക്കിയാൽ സെയിം ബ്രാബസ് വീല് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഡിസ്ക് ബ്രേക്കും ആ ഇതളുകൾ പോലും സെയിമാണ്, ഒരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവർ ചേഞ്ച് ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റബ്ബർ ബീഡിങ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ജീവാഗണിൻ്റെ ഒരു യുണീക്നെസ് ആണ്. അത് അതേപോലെ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു എയർ ഡാമിൻ്റെ ആ ഒരു ഭാഗം അത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്താണ്. അതൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട്, ഓപ്പൺ അല്ല, ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ്, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നോക്കിയാൽ എക്സോസ്റ്റ്. ഇത് 2 സൈഡിലും ഇതേപോലെ ഡ്യുവൽ എക്സോസ്റ്റ് കട്ട് ചെയ്തിട്ട് പൈപ്പ് ഇതിലേക്ക് കൊടുത്തുകൊണ്ട് വെറുതെ ഫേക്ക് കൊടുത്തൊന്നുമല്ല നോക്കിയാൽ ഇടാ കട്ട് ചെയ്തിട്ട്, അതായത് എക്സോസ്റ്റിൽ നിന്ന് എടുത്തിട്ട് 2 സൈഡിലേക്കും എക്സോസ്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വണ്ടി ഓണാണ്, അതുകൊണ്ട് അത് വൈബ്രേറ്റ് ഫങ്ഷനിങ് ആയിട്ടുള്ള തരത്തിൽ അതിനെ ക്രമീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ സൗണ്ടിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണവും ഈ എക്സോസ്റ്റ് തന്നെയാണ്. സൗണ്ട് ഞാൻ ഒന്ന് കേൾപ്പിക്കാട്ടോ. അടിപൊളി. നൈസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ജീവാഗണിൻ്റെ അതേ സ്റ്റൈലിലേക്ക് ഒരു റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ് വർക്ക് അല്ലേ. അതായത് ഡീറ്റെയിലിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഫെൻഡർ
അതുപോലെ ഈ ഒരു സംഭവമൊക്കെ നോക്കിയാൽ നൈസ്. അതുപോലെ തന്നെ ആ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഭാഗം ഒക്കെ അതിനോട് കണക്ട് ചെയ്ത് മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അകത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇപ്പം ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അകത്തെ കളർ കാണാം അല്ലേ, നമ്മൾ ആ ബ്രാബസിൻ്റെ ലോഗോയിൽ കണ്ട പോലത്തെ കളർ. അതുപോലെ ഇവിടെ നമുക്കൊരു സ്പോയിലർ ഭാഗം പോലെ അത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പീലിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് ഭാഗം വലിയ വ്യത്യാസങ്ങൾ ജിംനിയിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല. പക്ഷേ ബ്രാബസിൻ്റെ കിറ്റാണ് ഈ സ്പെയർ വീലിൻ്റെ കവറും കാര്യങ്ങളൊക്കെ. ശരിക്കും അവിടെ അത്രമാത്രം ചേഞ്ചസ് വരുത്താനുള്ളൂ. പിന്നെ ടൈൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ജിംനി എന്നുള്ള സാധനത്തെയും സുസുക്കി എന്നുള്ള സാധനത്തെയും പാടെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. കാരണം വെച്ചാൽ ബാക്കിൽ നമുക്ക് ജിംനിയുടെ ഒരു ബാഡ്ജിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കി ശരിക്കും ഒരു ജി വാഗൺ റെട്രോ സ്റ്റൈലിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. നൈസ്. റിവേഴ്സ് ഇടുന്ന സമയത്ത് ഇത് തുറന്ന് ക്യാമറ വരില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാം തന്നെയും സെയിം തന്നെയാണ്. ഓപ്പണിങ്, ആ ഒരു ഡോർ ഹാൻഡിൽസ്, ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ടയറുള്ളതുകൊണ്ടാണ്. ബ്രാബസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഒരു ലെതർ എലമെൻ്റാണ്. ഈ മെറ്റീരിയൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെതർ തന്നെയാണ്, അതായത് ഒരു ലെതർ കോട്ടഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. ഇത് കുറച്ചും കൂടി ഒരു ലെതർ സ്റ്റിച്ചഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, അതാണ് വ്യത്യാസം. ഇനി നോക്കി ഇൻറ്റീരിയർ അടിപൊളി. ശരിക്കും ബ്രാബസിൻ്റെ ഇൻറ്റീരിയറുകൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലാണ് അവർ പാറ്റേൺ ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ബ്ലൂ കളർ. ആ ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന സാധാരണ തരത്തിലുള്ള ഡാർക്ക് ബ്ലൂ അല്ല, കുറച്ചും കൂടി ഒരു ലൈറ്റായിട്ടുള്ള കളറുകളെയാണ് എപ്പോഴും ബ്രാബസ് ടീം സെലക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളർ നമുക്ക് കാണുന്നത്. പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. നോക്കിയാൽ നൈസ്. വാഹനത്തിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു അട്രാക്റ്റീവ് ഫീൽ ഉണ്ട്. ചില ഒരു ഫ്ലൂറസൻ കളറുകൾ, അങ്ങനെ പറയാം അല്ലേ. ബ്രാബസ് പലപ്പോഴും സെലക്ട് ചെയ്യുന്ന ഫ്ലൂറസൻ കളറുകളാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരുടെ തന്നെ ഒരു ജി വാഗണും റോക്കറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ എൻ്റെ ഫോട്ടോ കണ്ട സമയത്ത് അതും ഒരു ഫ്ലൂറസൻ കളറിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കൊള്ളാം. ബ്രാബസ് ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെതർ സീറ്റുകൾ, ജിംനിക്കകത്ത് ശരിക്കും ലെതർ സീറ്റുകളല്ല വരുന്നത്. അതൊക്കെ ഈ സീറ്റിൻ്റെ സ്ട്രക്ചറേ മാറ്റിയിട്ടോ, പവർ കൺട്രോൾഡ് അല്ല. മെർസിഡീസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കൺട്രോൾസ് വരും, ആ സാധനങ്ങളൊന്നുമില്ല. ശരിക്കും സ്ട്രക്ചറിനെ മൊത്തം റീബിൽഡ് ചെയ്തെടുത്തു. ഇവിടെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ സീറ്റിൻ്റെ സ്റ്റൈല്, അതുപോലെ പൊസിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല്, ബ്രാബസിൻ്റെ സ്റ്റിയറിംഗ് വീല് വിത്ത് കാർബൺ ഫൈബർ, നൈസ്. ഇവിടെ ഈ ഭാഗം ലെതർ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം ലെതർ കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബ്രാബസ് എന്ന് പറയുന്ന ബാഡ്ജിങ്, ബ്രാബസിൻ്റെ ലോഗോ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ കാണാം. ഇതൊക്കെ നോക്കിയാൽ ശരിക്കും അല്ലേ, ആ ഡമ്മി ബട്ടണുകളെ പോലും അതുപോലെ റീക്രിയേറ്റ് ചെയ്തു. ഇത് ലെതർ ഭാഗം, ഇവിടെ ലെതർ ഭാഗം, ഇതൊക്കെ ഒരു ലെതർ മെറ്റീരിയൽ. സൂപ്പറാണ് ഈ ബ്രാബസ്. നൈസ്, കൊള്ളാം, അടിപൊളി. ഇനി നമുക്ക് സീറ്റിലേക്ക് കയറിയിരിക്കാം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇവിടെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏത് സിസ്റ്റം ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. നിലവിലുള്ള മാരുതിയുടെ സിസ്റ്റം തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ആൻഡ്രോയിഡ് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇത് MBX സിസ്റ്റം ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാം. അനലോഗാണ്. സെൻട്രൽ നമുക്കൊരു ഡിജിറ്റൽ ഭാഗം കൊടുത്തിട്ടുണ്ട്. വൈപ്പറിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ്, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ. ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വെച്ചിട്ടുണ്ട്. നൈസ്. ഈ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയണം. ഈ വാഹനത്തിൻ്റെ കീ ഞാൻ കാണിച്ചേ, നോക്കിയോ. സെയിം മെർസിഡീസ് ബെൻസിൻ്റെ കീയാണ്. അതായത് ഒരു മാരുതി വാഹനം വിത്ത് മെർസിഡീസിൻ്റെ കീ. ബ്രാബസിൻ്റെ കിറ്റ് ചെയ്ത സമയത്ത് അവർ അപ്ഡേറ്റ് ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ AC വെൻസുകൾ ഈ ഭാഗമൊക്കെ ശരിക്കും അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കളർ ടോൺ മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹിൽ ഹോൾഡ് കൺട്രോളും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ, ആ ബട്ടണുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു ലെതർ അല്ലേ, നൈസ്. ഇതൊക്കെ ഇവർ എക്സ്ട്രാ ചെയ്തതാണ്, അതായത് കവർ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഇത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. സീറ്റ് വയ്ക്കുക, വെൻറ്റിലേഷൻ ഇല്ല എന്നുള്ളൊരു തെറ്റേ ഉള്ളൂ. പക്ഷേ വെൻറ്റിലേഷൻ ഉള്ള പോലെ നല്ല കുഷ്യനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ കളറ്, ഇതൊക്കെ കളർ മാറ്റി, ഇതിൻ്റെ കളർ മാറ്റിയില്ല. ഈ പുറത്തുള്ള കളറുകളൊക്കെ, ഇത് പ്ലാസ്റ്റിക് ആട്ടോ. ഇവിടെയൊക്കെ വരുന്ന പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് ലെതറാണ്. ഇവിടെ ബ്രാബസ് എന്ന് പറഞ്ഞാൽ AC വെൻറ്റുകൾ, അത് ശ്രദ്ധിച്ചോ. ഇവിടുത്തെ AC വെൻറ്റ് സെയിമാണ്, പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് മെർസിഡീസിൻ്റെ AC വെൻറ്റാണ്. നൈസ്. ഈ ഭാഗം പ്ലാസ്റ്റിക്കാണ്, ഇതൊക്കെ ലെതറാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ്, ഇതൊക്കെ ഇവിടെയൊക്കെ ലെതർ ഭാഗം കൊടുത്തുള്ളത്. വാട്ട് എ ചേഞ്ച് അല്ലേ. ഇനി ഒരു കാര്യം കൂടി കാണിക്കാം. ഇത് മാനുവലി ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റീഡിങ് ലാമ്പ് കാണാം. പക്ഷേ നോക്കിയാൽ സ്റ്റാർ ലൈറ്റ്, അടിപൊളി. രാത്രി നമ്മൾ കാണുന്ന സമയത്ത് സൂപ്പറായിരിക്കും. ഞാൻ ഒന്ന് പുറത്തിറങ്ങി കാണിക്കാം. അടിപൊളിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോൾസ് റോയ്സിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ജീവാഗണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ലിമിറ്റഡ് എഡിഷൻ ജീവാഗണുകളിൽ. ആ ഒരു സാധനം അതേപോലെ ഇതിനകത്തേക്കും റെപ്ലിക്ക് ചെയ്തു, കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ ഞാൻ കയറിയിരിക്കുന്നില്ല. ഇരിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ ജിംനി പറഞ്ഞ സമയത്ത് പറഞ്ഞാണ് നമുക്ക് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സീറ്റിൻ്റെ സ്ട്രക്ചർ മാറ്റി, അതായത് സീറ്റിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ മാറ്റി
ഇവിടെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിംനിയിലേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 ഡോറാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോറിൻ്റെ വലുപ്പം നോക്കിയാൽ ഇങ്ങനെ കാണിക്കാം ഞാൻ, നോക്കിയാൽ വലിയ ഡോറുകളാണ്. അപ്പം സെക്കൻഡ് റോ പാസഞ്ചറിനും ഇതുവഴി തന്നെ കയറാനുള്ള ഒരു സൗകര്യം അതുവഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് ഈ വാഹനം എത്തുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. ഒന്ന് നമ്മൾ പറഞ്ഞ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെത്, രണ്ടാമത്തെ ഇതിൻ്റെ വലുപ്പം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ രസമുള്ള വലുപ്പം. ഈ ഒരു മോഡൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഒരെണ്ണം എനിക്കും എടുക്കാൻ താല്പര്യമുണ്ട്. കാരണം അത്രയും ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈന്. ഇനി വരാൻ പോകുന്ന മാറ്റം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എഞ്ചിൻ്റെ കാര്യത്തിലൊരു മാറ്റം ഉണ്ടായേക്കാം, വലിപ്പം വ്യത്യാസം വരാം. അതുപോലെ ഡോർ സൈസുകൾ ചിലപ്പം ചെറുതായേക്കാം. അപ്പം ഇവിടെ കാണുന്ന ആ ജിംനിയുടെ ഒരു രസം ശരിക്കും നമുക്ക് അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. ഇതെൻ്റെ ഗസ് മാത്രമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് ചെയ്ത പിക്ചർ അത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഏകദേശം ഒരു ഗസ് പറഞ്ഞതാണ് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് എഞ്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതാണ് എഞ്ചിൻ ക്യാബിന്. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ കാര്യമായിട്ടുള്ള ട്യൂണിങ് എഞ്ചിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. ഹൈഡ്രോളിക് സ്ട്രട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ അത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൊള്ളാം. എഞ്ചിൻ ഡീറ്റെയിൽസ് കാര്യമായിട്ട് നമുക്ക് പറയാനൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രാബസിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത ജിംനി. മനോഹരമായിട്ടുള്ളൊരു വാഹനം, കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അത് പ്രത്യേകം എടുത്ത് പറയണം. ഈ ഒരു നിൽപ്പ്, ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഇത് നേരിട്ട് കാണുന്ന സമയത്ത് ഒരു രക്ഷയുമില്ലാത്ത ഡിസൈൻ. പ്രത്യേകിച്ച് ഈ ഒരു കിറ്റ് കയറ്റിയപ്പം, ഈ ഒരു കളർ വന്നപ്പം സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ച വിശേഷങ്ങൾ ഇതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ വാഹനം ശരിക്ക് ഒരു അറബിയുടെയാണ്. പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു വാഹനം ഇവിടെ എത്തിച്ചെന്നുള്ള ഇക്കടെ പേരുന്നേന്നും ബർക്ക അഹമ്മദ് ബർക്ക. ഇവിടെ നാട്ടിൽ കാസർഗോട്ടുകാരനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെസിക്കാണ് നമുക്ക് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടിയുണ്ട്, നിങ്ങൾ വാ നമുക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്ത് തന്നപ്പോൾ അദ്ദേഹത്തിന് ജോലി തിരക്കൊക്കെ ഉണ്ടായതുകൊണ്ട് താങ്ക് യു സോ മച്ച് ജെസിക്ക. നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല, കാണാൻ പറ്റുമായിരിക്കും അടുത്തത്. തീർച്ചയായിട്ടും റോക്കറ്റ് ഉണ്ടല്ലോ വരാൻ. അപ്പോൾ റോക്കറ്റിൻ്റെ വീഡിയോയുമായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ജെസിക്കാനെ പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ബർക്ക അല്ലേ? ബർക്ക നല്ല പേരല്ലേ, വെറൈറ്റി ആയിട്ടുള്ള പേര്. അഹമ്മദ് ബർക്ക, അറബിയുടെ പേര് പോലെ. പ്ലേസ് ഓഫ് നെയിം. ഓ അങ്ങനെ, അടിപൊളി. നൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.